നോക്കാം. നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് നമുക്ക് കാണാം. തിരുവാതിരക്കളി ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ ബാക്കി സ്റ്റെപ്സാണ് എടുക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ സ്റ്റെപ്പ് ബാക്കി ഒന്ന് പഠിക്കാം. നമുക്ക് നമ്മളെ മറ്റേ പ്രിയമാനസ ഇടാമെന്ന് പറഞ്ഞു, പക്ഷെ എല്ലാവരും വരാത്തതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ വന്നാലും വന്നില്ലെങ്കിലും രണ്ടുപേരും ഉണ്ടെങ്കിലും നമ്മൾ ഫുള്ള് ഇടാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സദയം ക്ഷമിക്കുക. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഒന്നുകൂടെ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 ഈ 5 6 7 ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കരുത്. കൈ ഇവിടെ തന്നെ, കൈക്ക് അനക്കമില്ല. കൈ നമ്മൾ തിരിച്ചു മറിച്ചൊന്നും ചെയ്യുന്നില്ല. കൈ വെറുതെ പോന്നാൽ മതി. ഒന്നും കൂടെ ചെയ്യൂ. കൈ അനക്കരുത്. റെഡി ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 മനസ്സിലായല്ലോ നന്നായിട്ട്. പക്ഷെ നമ്മൾ ഈ 1 എടുക്കുമ്പോഴൊക്കെ നമ്മൾ താഴ്ന്നില്ല കേട്ടോ. ഇങ്ങനെ 1 2 3 4 എല്ലാം താഴ്ന്നിടുന്നത്. 1 2 3 4 ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. 1 2 3 4 5 6 7 അവിടെ കൈയൊന്നും മറിക്കണ്ട. വെറുതെ നടന്നത് നമ്മൾ ചുമ്മാ 5 6 വേറെ നടന്നു. വേറെ ഒന്നും ചെയ്യണ്ട. അവിടെ ഒന്നുകൂടെ ചെയ്യൂ. താഴ്ന്നില്ല നിങ്ങൾ ചെയ്തോളൂ. റെഡി. 1 2 3 4 5 6 7 8 1 താഴട്ടെ 2 3 4 5 6 7 8 കൈ മാറ്റണ്ട. കൈ എവിടെ തന്നെ. കൈ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ ഒന്നുകൂടെ ചെയ്യൂ. ശ്രദ്ധിക്കൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നന്നായിട്ട് മനസ്സിലായല്ലോ. മതി. നിങ്ങൾ വരും കേട്ടോ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ആദ്യം പുറത്തോട്ട് പോകണം, പിന്നെ അകത്തോട്ട് വരണം. മനസ്സിലായോ? 2 3 4 5 6 7 8 1 2 3 4 5 6 7 കൈ സംശയം വന്നു. ആദ്യം നമ്മൾ വലത് കൈയാണ്, പിന്നെ നമ്മൾ രണ്ടാമത് ഇടത് കൈ എടുക്കുന്നു. അപ്പോൾ ഒരു കൈ ഇങ്ങനെ നീട്ടി തന്നെ തൂക്കി തന്നെ ഇടണം. കൈ മടക്കാൻ പാടില്ല. ഒന്നുകൂടെ ചെയ്തോളൂ. 1 2 3 4 5 6 7 ഇനി ഇടത് കൈയാണ്. 1 2 3 4 5 6 7 8 വീണ്ടും വലത് കൈ, വീണ്ടും ഇടത് കൈയാണ്. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ചിലർ വലത് കൈ എടുത്തു, ചിലർ ഇടത് കൈ എടുത്തു. അതൊന്നും ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം ചെയ്യൂ. ആദ്യം നമ്മൾ വലത് കൈ എടുത്ത് അടുത്ത തവണ ഇടത് കൈ തന്നെ ഇടണം. ഓൾട്ടർനേറ്റ് ആയിട്ട് വരണം. വലത് ഇടത്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 ഇനി ഇടത് കൈ. 1 വലത് കൈ 3 4 5 6 7 8 ഒട്ടും സംശയമില്ലല്ലോ അല്ലേ? നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് തരണം. പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ചെയ്തല്ലോ. കുറച്ച് പേര് ആദ്യം പുറത്തോട്ട് പോയവരുണ്ട്, കുറച്ച് പേര് അകത്തോട്ട് വന്നവരുണ്ട് അല്ലേ? ആ അകത്തോട്ട് വന്നവർ നിങ്ങൾ അവിടെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു റൗണ്ടായിട്ട് നിൽക്കുന്നു. അവിടെ നിന്നിട്ട് അകത്തോട്ട് നിൽക്കുന്നവർ അകത്തോട്ട് തന്നെ വരണം. പുറത്തോട്ട് പോകണവർ എന്ത് ചെയ്യും? കുറച്ച് പുറത്തോട്ട് പോകണം.
തിരിച്ച് നിങ്ങൾ അകത്തോട്ട് വരുമ്പോൾ മറ്റുള്ളവർ പുറത്തോട്ട് പോകും. അത്രയേ ഉള്ളൂ. ഇനി ആ ബാക്കിയുള്ള ചെറിയൊരു കഷ്ണം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരും. ഇപ്പം ഇത് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാം. റെഡിയാണല്ലോ? ചെയ്തോളൂ. പുറത്തോട്ട് പോകണവർ ആദ്യം പുറത്തോട്ട് പോവാം. നമ്മളിപ്പോൾ ചെയ്ത് തന്നെ സംഭവം, അത് ഒരുമിച്ച് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ചെയ്തോളൂ. റെഡി? ആദ്യം വരുന്നത് എല്ലാവരുടെയും 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അവിടെ നിൽക്കൂ. ഇനിയിപ്പോ എന്താ ചെയ്തറിയാമോ? ഈ അകത്ത് നിൽക്കുന്നവർ ഒന്നിങ്ങനെ കൈ പുറത്ത് പിടിച്ചിട്ട് കറങ്ങിക്കോളും. നിങ്ങൾ എങ്ങോട്ട് കറങ്ങും? അങ്ങോട്ട് തന്നെ കറങ്ങിക്കോളൂ. നിങ്ങൾ കറങ്ങാൻ മാത്രം. 2 3 4 5 6 7 8 മതി. അപ്പൊ നിങ്ങൾ അത് പുറത്ത് നിൽക്കണവർക്ക് നമുക്ക് കൈ പുറത്ത് പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ അതിന് പകരം എടുത്തോട്ട് പോകണം. ഇവര് വലത്തോട്ടല്ലേ പോയത്, അപ്പൊ നിങ്ങൾ എടുത്തോട്ട് കറങ്ങണം. ഒന്ന് കറങ്ങും. 2 കുട്ടികളോട് ഒന്ന് കറങ്ങും. എത്തിച്ചപ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് കറങ്ങി, വലത്തോട്ട് കറങ്ങി അല്ലേ? അപ്പൊ നിങ്ങൾ ഇടത്തോട്ട് കറങ്ങും. നിങ്ങൾ എങ്ങനെ കറങ്ങും? 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ ചെയ്യാം. ചെയ്തോളൂ. 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 ഇനി അവിടെ നിന്നിട്ട് വീണ്ടും നിങ്ങൾ ചെയ്യണം. 1 2 3 4 5 6 7 8 1 2 3 4 5. പുറത്തോട്ടോടെ 6 7 8. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ പുറത്തോട്ട് വന്നവർ ഇനിയിപ്പോ അകത്തോട്ട് വരും. അകത്തോട്ട് വന്നവർ രണ്ടാമത് പുറത്തോട്ട് പോകണം. അങ്ങനെയാണ്. മനസ്സിലായോ? ഒന്നുകൂടി ചെയ്യാം. ആരൊക്കെയാണ് ആദ്യം കറങ്ങിയവരാരൊക്കെയായിരുന്നു? അപ്പം രണ്ടാമത് നിങ്ങളാണ് കറങ്ങേണ്ടത് കേട്ടോ. കറങ്ങാത്തവർ ഒന്നുകൂടി ചെയ്തോളൂ. വരും. ലൈനിൽ കയറി നിൽക്കണം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അടുത്തത് 1 2 3 4 5 6 7. നിങ്ങൾ കറങ്ങിക്കൂടെ അവിടെ നിന്ന് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ കുറച്ച് പേരും കൂടെ എല്ലാവരും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഉള്ളവർ വെച്ച് കുഴപ്പമില്ല, ചെയ്തോളൂ. പിന്നെ ഇനി ഈ 1 2 ഇങ്ങനെ താഴ്ന്നിങ്ങനെ പോകുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ 1 2 ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണം. അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്ര മതി എന്ന് വയ്ക്കാം. നന്നായിട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും. നന്ദി. ഈസി സ്റ്റെപ്സ് ആണ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ്. വളരെ ഈസിയാണ് സ്റ്റെപ്സ്. അത് പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയുള്ള സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഓക്കെ. നന്ദി. നമസ്കാരം.